എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു പാലക്കാട് 4 കുഞ്ഞുങ്ങൾ മരിച്ചൊരു വാർത്ത. നമ്മുടെ കേരളത്തെ തന്നെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പെൺകുഞ്ഞുങ്ങൾ അവർ സ്കൂൾ വിട്ട്, അതായത് പരീക്ഷ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി കൂട്ടുകാർ കൂടി നടന്നു വരുമായിരുന്നു. 5 കുട്ടികളുണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് തന്നെ ഒരാൾ ഓടി മാറിയത് കൊണ്ട് ആ ഒരു മോള് രക്ഷപ്പെട്ടു. ബാക്കി 4 കുഞ്ഞുങ്ങളും വളരെ എന്താ പറയുക ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ആ കുഞ്ഞുങ്ങൾ വാഹനം ഇടിച്ച് മരിച്ചത്. ആ ഒരു വാർത്ത നമ്മളെല്ലാം ഒരുപാട് ഞെട്ടിച്ചിരുന്നു. കാരണം നമ്മളും എന്താ പറയുക നമുക്കും കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ മക്കളും ഒക്കെ സ്കൂളിൽ പോകുന്നതാണ് എന്നുള്ള ആ ഒരു ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ഒരു വാർത്ത കേട്ടപ്പോൾ. ഇപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടതാണ്. ആ മരിച്ച കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ച ഒരു താത്ത പറയുന്ന വളരെയധികം ദുഃഖകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത് ഒരു താത്തയായിരുന്നു. ആ താത്ത ഈ ഒരു ജോലി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഈ മരിച്ചവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരു താത്തയാണ്. അപ്പൊ ആ താത്തയാണ് ഈ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത്. അപ്പൊ ആ താത്ത പറയുന്ന കുറേയധികം കാര്യങ്ങൾ കേട്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. എന്തായാലും ആ താത്ത പറയുന്ന വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഇന്നലെ ഇവിടെ വാഹന അപകടത്തിൽ 4 പെൺകുട്ടികൾ മരിച്ചല്ലോ. ആ പെൺകുട്ടികളെ കുളിപ്പിക്കാൻ പോയിരുന്നു ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഒന്നിനെ കൊണ്ടുവരിക, കുളിപ്പിക്കുക, എന്നിട്ട് അടുത്തതിനെ കൊണ്ടുവരിക, കുളിപ്പിക്കുക. ഓരോന്നിനെ കുളിപ്പിക്കുമ്പോഴും സനാനിയും സഹലാനിയും നോക്കിയ പോലെ അത്ര നല്ല ചന്തമുള്ള മക്കൾ. അവരുടെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മുഖത്തിന് ഒരു കുട്ടിക്ക് മാത്രമേ മുഖത്തിന് കുഴപ്പം പറ്റിയുള്ളൂ. ബാക്കി കുട്ടികൾക്കൊന്നും മുഖത്തിന് കുഴപ്പം പറ്റിയില്ല. നല്ല ചന്തമുള്ള പെൺകുട്ടികൾ. 8ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടീൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ഉമ്മാൻ്റെ കുട്ടി പേടിക്കണ്ട, അവിടെ പോയി കിടന്ന ഉമ്മ പിന്നാലെ എളുപ്പം സ്വർഗത്തിലേക്ക് നേരാ, നീ സ്വർഗത്തിലാണല്ലോ, അവിടേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും കൂടെ എൻ്റെ കുട്ടി മരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് മരിക്കാൻ പേടിയായിരുന്നു. എപ്പോഴും അവൾ പറയുന്നൊരു സംഗതിയായിരുന്നു, ഇന്ന് എൻ്റെ കുട്ടി മരിക്കില്ലേ എന്ന് പറഞ്ഞ ആ സ്ത്രീകാരൻ. അപ്പോൾ മരണം എപ്പോൾ എവിടുന്ന് എപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ മക്കൾ പുറത്ത് പോയി തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മുണ്ടാണ്ട് നടന്നു പോകുന്ന മക്കളുടെ മേലെയാണ് ലോറി മറിഞ്ഞിരിക്കുന്നത്. 5 കുട്ടികളൊപ്പം നടന്നു പോകുമ്പോൾ ലോറി മറിഞ്ഞപ്പോൾ ഒരു കുട്ടി എളുപ്പം ഇങ്ങോട്ട് ചാടി, ആ കുട്ടി രക്ഷപ്പെട്ടു. മറ്റേ 4 കുട്ടികളും ആ ലോറിൻ്റെ അടിയിൽ പെട്ടിട്ടാണ് മരിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളോട് പറഞ്ഞിറങ്ങിപ്പോയ മക്കൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ മക്കളായാലും നമ്മളായാലും കഴിവിൻ്റെ പരമാവധി ഉള്ള സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാനും അള്ളാഹുവിനോട് അടുക്കാനും. നമുക്ക് മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കണമെന്ന്. എനിക്ക് ഇന്നലെ മരിപ്പ് കുളിപ്പിക്കുമ്പോൾ എനിക്ക് നിയന്ത്രണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കരയുന്നതായിരുന്നു. ഒരു കുട്ടീൻ്റെ ചന്തം കണ്ടിട്ട് ആ കുട്ടീനെ കുളിപ്പിച്ച് മക്കനൊക്കെ ഇട്ട് സുറുമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് സഹിക്കും. ഞാൻ അതൊരു ഉമ്മൊക്കെ കൊടുത്തിട്ടാണ്. അതുകൊണ്ട് കാലൊക്കെ പൊട്ടിയിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ആടുമായിരുന്നു ഒരു പെൺകുട്ടീൻ്റെ കാല്. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായിരുന്നു. കുറച്ച് അങ്ങനത്തെ മരണം ആർക്കും ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാലും നമ്മൾക്ക് ബോധവാന്മാരാകണം. നമ്മൾ ചിരിയും കളി വർത്തമാനം ഭക്ഷണം ഉണ്ടാക്കലും തിന്നലും കുടിക്കലും ജീവിതം അത് മാത്രമേ ഉള്ളൂ കൊണ്ട് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലാണ് ഈ മരണങ്ങളൊക്കെ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞിക്കാരൻ മരണാപകടത്തിലായിരുന്നു. എപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഇതൊക്കെ കയറി വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ആ 4 കുട്ടികൾ ഇന്നലെ രാത്രി ഫുൾ ആസ്പത്രിയിലാണ്. അവരിന്ന് കൊണ്ടുപോകണുള്ള മരിപ്പ് കുളിപ്പിച്ച് മോർച്ചറിയിൽ കടത്തിയിട്ട് ഇന്ന് രാവിലെ 7 മണിക്ക് സ്കൂളിൽ വെക്കാൻ പോകുകയാണ്. അതുവരെ ഉമ്മാൻ്റെ കൂടെ രാത്രി വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന മക്കളാണ്. അപ്പുറം റൂമിൽ പേടിച്ച് വേണ്ടി പോകാത്ത മക്കളായിരിക്കും. ആ മക്കളാണ് മോർച്ചറിയിൽ ഇന്നലെ രാത്രി ഫുള്ളായിട്ട്. ഞാൻ വന്നിട്ട് ഒരു പൊട്ട് കണ്ണ് ചിമ്പിയിട്ടില്ല. രാവിലെ സുബഹിൻ്റെ നേരത്തെ ഞാൻ കണ്ണ് ചിമ്പിക്കുന്നു. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ 8 മക്കളിൽ എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഒരുപാട് അള്ളാനെ സ്തുതിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചിട്ടും കൂടുതൽ എനിക്ക് പഠിച്ചോ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം തരുന്നുള്ളത്. അങ്ങോട്ടൊന്നും അത്ര വിവരവും പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും എന്തായാലും പഠിച്ചോണ്ട് എനിക്ക് ഈ ഒരു മാർഗത്തിൽ ഇറങ്ങാനുള്ള ഭാഗ്യം തന്നല്ലോ എന്നൊന്നും അള്ളാനോട് ശുക്ർ ചെയ്യണം. ഞാൻ ഒറ്റ പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ പണിയെടുത്തിട്ട് എൻ്റെ വിയർപ്പ് തുള്ളിയോട് കൂടി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ഒരൊറ്റ ആഗ്രഹത്തിലേ ഞാൻ നടക്കുന്നത്. ഇതിൽ ഒരുപാട് പാപങ്ങളൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എൻ്റെ ആഗ്രഹം അതാണ്. എൻ്റെ ദീനിൻ്റെ വഴിയിൽ പണിയെടുത്തുകൊണ്ട് വിയർപ്പ് തുള്ളിയോട് കൂടി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലേ ഞാൻ നടക്കുന്നത്. എല്ലാവരും ആ താത്ത പറയുന്ന വാക്കുകൾ കേട്ടല്ലോ അല്ലേ? ഒരുപാട് അഹങ്കരിക്കുന്നവരും എന്താ പൈസയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ എന്തിൻ്റെ പേരിനാണെങ്കിലും അഹങ്കരിക്കുന്നവരൊന്ന് ചിന്തിക്കുക. നമ്മളുടെയൊക്കെ അവസ്ഥ ഇത്രയേ ഉള്ളൂ.
ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല അവരന്ന് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനൊരു ദുരന്തം അവരുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ലായിരുന്നു. ആ വീട്ടുകാരുൾപ്പെടെ അങ്ങനെ അവരാരും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു മരണം ആ കുട്ടികളെ കവർന്നു കൊണ്ടുപോയി എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ എന്തായാലും മയ്യത്ത് കുളിപ്പിച്ച ഒരു താത്ത പറയുന്നത് നല്ല ചന്തമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അതിലൊരു മോളുടെ മുഖത്തിന് മാത്രമാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നല്ല മിടുക്കി കുഞ്ഞുങ്ങളായിരുന്നു. എന്തെങ്കിലും അപകടത്തിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട്, അതില് ഒരു കുഞ്ഞിന്റെ ഉമ്മ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മോള് വിഷമിക്കേണ്ട, ഉമ്മ എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ അടുത്തേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഒരു മയ്യത്ത് കുളിപ്പിച്ച ആ ഒരു ഉമ്മ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളും ഒക്കെ ചിന്തിച്ചിരിക്കുക, ഇത് നമ്മളിപ്പോ പല വാർത്തകള് TV-യിൽ കാണുന്നുണ്ട്, ഫോണിൽ കാണുന്നുണ്ട്, ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോ സ്ഥലത്ത് ഓരോരോ ദുരന്തങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് ആൾക്കാർ മരിച്ചു എന്നുള്ളത്. പക്ഷെ നാളെ ഇതൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തും. അതൊക്കെ അതുകൊണ്ട് തന്നെ ഈ അഹങ്കരിക്കുന്നവരും അല്ലെങ്കിൽ ഒരുപാട് ആർഭാടത്തിലും ഒക്കെ മതിമറന്ന് ജീവിക്കുന്നവരൊന്ന് ചിന്തിക്കുക, ഇതൊക്കെ എപ്പോൾ വേണേലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അങ്ങും ഇങ്ങും കുറ്റം പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഈ പറയുന്ന എനിക്കുൾപ്പെടെ ഇതൊരു പാഠമാണ്. നമ്മൾക്കൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഒരുപാട് പണത്തിന്റെ പേരിലാണ്, സൗന്ദര്യത്തിന്റെ പേരിലാണ്, എന്തിന്റെ പേരിലാണെങ്കിലും അഹങ്കരിക്കുന്നവരൊന്ന് ഓർക്കുക, നാളെ നമ്മൾക്കും സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കും.